السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹഖ് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ അഹ്ലുകാർ, നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യരായ സാദാത്യങ്ങൾ, മഹാന്മാരായ ആലിമീങ്ങൾ, സമസ്തയുടെ ഖാദിമീങ്ങളായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന KICRന്റെ ബഹുമാന്യരായ ചെയർമാൻ സയ്യിദ് അവറുകൾ അടക്കമുള്ള ബഹുമാന്യരായ നേതാക്കളെ, ഉസ്താദുമാരെ, വളരെ വിശേഷപ്പെട്ട നൂറുൻ അലാ നൂർ എന്ന അതിമഹത്തായ പ്രോഗ്രാമിന്റെ തുടർ പഠന വേദിയിലാണ് നാം ഇപ്പോ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. ഇന്ന് പരസ്യങ്ങളിലൂടെ എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ചർച്ച ചെയ്യാനുള്ള വിഷയം പുത്തൻ ചിന്താഗതിക്കാരാൽ, വ്യക്തമായി പറഞ്ഞാൽ ഇവിടെയുള്ള ബിദ്അത്തിന്റെ ആളുകളാൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള, അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധരായ മാതാപിതാക്കളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, മനസ്സിലാക്കുന്ന വിഷയമാണ്. തഹാറത്തുൽ അസ്ലി വ നജാത്തുൽ വാലിദൈൻ എന്ന ഈ വിഷയത്തിന് നാം പരസ്യത്തിലൂടെ അറിഞ്ഞു വിശുദ്ധ പാരമ്പര്യവും മാതാപിതാക്കളുടെ വിജയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള, മഹാനായ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ മറ്റ് പല മുഹദ്ദിസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് ആമുഖമായി മനസ്സിലാക്കാം. قال رسول الله صلى الله عليه وسلم وبلعه بعض ما يقول الناس فصعد المنبر فحمد الله تعالى وأثنى عليه وقال من أنا؟ قالوا أنت رسول الله. قال أنا محمد بن عبد الله بن عبد المطلب. إن الله خلق الخلق فجعلني في خير خلقه وجعلهم فرقتين فجعلني في خير فرقة وجعلهم قبائل فجعلني في خيرهم قبيلة وجعلهم بيوتا فجعلني في خيرهم بيتا فأنا خيركم بيتا وخيركم نفسا. ഈ ഹദീസ് തന്നെ പല റിപ്പോർട്ടുകളിലും ചില വ്യത്യാസങ്ങളോടുകൂടി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച്, അവിടുത്തെ മാതാപിതാക്കളെക്കുറിച്ച്, അവിടുത്തെ ആബായിനെക്കുറിച്ച് ശത്രുക്കൾ ചില ആക്ഷേപങ്ങളൊക്കെ നടത്തിയപ്പോ ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു.
പ്രധാനപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഹദീസുകളിലൊക്കെ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് ഫസഇദൽ മിമ്പറ, മിമ്പറിൽ കയറി. അങ്ങനെ ആമുഖമെന്ന നിലക്ക് ഫഹമിദല്ലാഹ വഅസ്ന അലൈഹി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ചെയ്യാറുള്ളത് പോലെ നബി തങ്ങൾ ചോദിക്കുകയാണ്, മൻ അന, അല്ല സഹാബിമാരെ ഞാൻ ആരാണ്? ഖാലു, സഹാബിമാർ പറയുന്നു, അന്ത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കലല്ല ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം സാഹചര്യം അതാണ്. അവിടുത്തെ പിതാക്കളെക്കുറിച്ച്, അവിടുത്തെ അസ്ലിനെ കുറിച്ച് മോശമായി കൊണ്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ശത്രുക്കൾ നടത്തി എന്നുള്ളതാണ് സാഹചര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന മുഹമ്മദുൻ ഇബ്നു അബ്ദില്ലാ, ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്ന അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാകുന്നു ഞാൻ. അന മുഹമ്മദുൻ, ഞാൻ മുഹമ്മദാണ്. ഇബ്നു അബ്ദില്ലാ, അബ്ദുള്ളയുടെ മകനാകുന്ന മുഹമ്മദാണ്. ആരാണ് ഈ അബ്ദുള്ള? ഇബ്നി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാകുന്നു. നേരെ ഉപ്പയെയും ഉപ്പയുടെ ഉപ്പയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാരോട് പറയുന്നു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു തആല എല്ലാ സൃഷ്ടികളെയും പടച്ചു. ഫജഅലനി ഫീ ഖൈരി ഖൽഖിഹി, എന്നിട്ട് അല്ലാഹു തആല അവന്റെ ഏറ്റവും ഉത്തമരായ പടപ്പുകളിലാണ് എന്നെ ഉൾപ്പെടുത്തിയത്. വജഅലഹും ഫിർഖതൈനി ഫജഅലനി ഫീ ഖൈരി ഫിർഖ വജഅലഹും ഖബായില ഫജഅലനി ഫീ ഖൈരിഹിം ഖബീല വജഅലഹും ബുയൂതൻ ഫജഅലനി ഫീ ഖൈരിഹിം ബൈത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? അല്ലാഹു തആല അവന്റെ പടപ്പുകളെ പടച്ചപ്പോൾ അവരിൽ ഏറ്റവും ഉത്തമരായ ഖൈറായ ഫിർഖത്തിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തി. അവരെ പല കബീലകളുമാക്കിയപ്പോൾ ആ കബീലയിൽ ഏറ്റവും ഖൈറായ കബീലയിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തി. ആ കബീലയെ പല വംശങ്ങളുമാക്കിയപ്പോൾ ആ വംശങ്ങളിൽ ഏറ്റവും ഖൈറായ വംശത്തിൽ അല്ലാഹു എന്നെ ഉൾപ്പെടുത്തി. അതുകൊണ്ട് ഫഅന ഖൈറുക്കും ബൈത വ ഖൈറുക്കും നഫ്സ, എന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു ന്യൂനതയും പറയാൻ സാധ്യമല്ല, എന്റെ സ്വന്തത്തെക്കുറിച്ചും ഒരു ന്യൂനതയും പറയാൻ സാധ്യമല്ല. ഫഅന ഖൈറുക്കും ബൈത, എന്റെ അസ്ല്, എന്റെ പാരമ്പര്യം, ആ പാരമ്പര്യത്തെക്കുറിച്ച് ഒന്നും ആക്ഷേപിക്കാൻ സാധ്യമല്ല. ഞാൻ ബൈത്താൽ ഖൈറാകുന്നു, എന്റെ വംശത്താൽ, എന്റെ പാരമ്പര്യത്താൽ ഞാൻ ഖൈറാകുന്നു. വ ഖൈറുക്കും നഫ്സ, എന്റെ സ്വന്തത്താലും എന്റെ ദാത്താലും ഞാൻ ഖൈറാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സർവ്വവിധേനയുമുള്ള വിശുദ്ധി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ വഹാബികൾക്ക് ചില പ്രത്യേക സീസൺ സമയങ്ങളുണ്ട്. സീസൺ സമയങ്ങൾ ഓരോ സീസണുമാകുമ്പോൾ അവരാ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ ഏത് സീസൺ ആണെങ്കിലും അവർക്ക് ചെയ്യാനുള്ള കാര്യം നിരൂപണങ്ങൾ മാത്രമാണ്. അതും ആരെ നിരൂപിക്കുന്നു? മഹാന്മാരായ മഹത്തുക്കളായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കമുള്ളവരെ നിരൂപിക്കുക. റബീഉൽ അവ്വൽ മാസമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിരൂപിക്കുക. ഇതാണ് വഹാബിസത്തിന്റെ ജോലി. സുന്നികൾ പറയുന്ന അത്രത്തോളം ഒന്നുമില്ല നബി തങ്ങൾ, സുന്നികൾ വിശ്വസിക്കുന്ന അത്രത്തോളം ഒന്നുമില്ല നബി തങ്ങൾ. നബി തങ്ങൾ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, വഹി വരുന്നു, അതുപോലെയുള്ള ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതോടൊപ്പം മാനുഷികമായ പല ദൗർബല്യങ്ങളുമുണ്ട്.
അവിടുത്തെ ഉമ്മയെക്കുറിച്ചോ ഉപ്പയെക്കുറിച്ചോ പറയുകയാണെങ്കിൽ ഒരുപാട് പോരായ്മകൾ പറയാനുണ്ട്. എന്നിങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തിലും അവിടുത്തെ പരിശുദ്ധമായ കുടുംബത്തിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കണ്ടെത്തിക്കൊണ്ട് ആ പോരായ്മകളെ എടുത്തു കാണിച്ച് ജനങ്ങൾക്കിടയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഒരു നിരൂപണം, ഒരു മാർക്കിടൽ പ്രവർത്തനം. ഇനി റബീഉൽ ആഖിർ മാസമായാലോ അപ്പോഴും നമുക്കറിയാം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കുറിച്ച്. കാരണം അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെ തന്നെ റബീഉൽ ആഖിർ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് സ്മരിക്കുന്ന നമ്മുടെ ഉസ്താദന്മാരെയും മഹാന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ഔലിയാക്കന്മാരെ കുറിച്ചും ഈ മഹാന്മാരെ കുറിച്ചും അവരുടെ കുറവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് വഹാബികൾ രംഗത്ത് വരും. ഇങ്ങനെ ഓരോ മാസത്തിലും അങ്ങനെ തന്നെ, ഓരോ സമയത്തും അങ്ങനെ തന്നെ. പരിശുദ്ധമായ റമദാനു ശരീഫിലടക്കം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബിമാരെയും നിരൂപിക്കുക. ഇങ്ങനെ മൊത്തത്തിൽ നിരൂപണം എന്ന ഒരു ശൈലിയാണ് അത് മഹാന്മാരായ ആളുകളെ. വ്യക്തമായി പറഞ്ഞാൽ മഹാന്മാരെ മനസ്സിലാക്കാനും മഹാന്മാരെ ഉൾക്കൊള്ളാനും ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യരായ ആളുകളാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. അതല്ലെങ്കിലും വഹാബിസത്തിന്റെ അസുല്, വഹാബിസം പണിയപ്പെടുന്നത്, അതിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹു മഹത്വം കൽപ്പിച്ച വസ്തുക്കളുടെ മഹത്വത്തെ നിരാകരിക്കുക എന്നുള്ളതാണല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല എങ്കിൽ, അള്ളാഹു മഹത്വം കൽപ്പിച്ച വസ്തുക്കളുടെ മഹത്വത്തെ നിരാകരിക്കുക എന്ന കാര്യം ഇല്ലെങ്കിൽ വഹാബിസത്തിന് നിലനിൽപ്പില്ല എന്നുള്ളതാണ് വസ്തുത. ഏതായിരുന്നാലും നമ്മൾ വിശ്വസിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഷറഫുള്ളവർ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഷറഫുള്ളവർ. ഇന്ന ഭാഗത്തിലൂടെ എന്നില്ല. ഒരു മനുഷ്യന് ഏതൊക്കെ നിലക്കാണോ ഷറഫുണ്ടാവുക ആ ഷറഫുകൾ മുഴുവനും ഏതൊക്കെ ജിഹത്തിലൂടെയാണോ ഏതൊക്കെ ഭാഗത്തിലൂടെയാണോ ഒരു മനുഷ്യന് മഹത്വം ഉണ്ടാവുക ആ മഹത്വങ്ങൾ മുഴുവനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിലും ഒരു കുറവുമില്ല. ഒരു വ്യക്തിക്ക് ഏതൊക്കെ നിലക്ക് ഷറഫ് ഉണ്ടാകുമോ ആ ഷറഫുകൾ മുഴുവനും, ഒരു വ്യക്തിക്ക് ഏതൊക്കെ അയ്ബുകളാണോ ഏതൊക്കെ പോരായ്മകളാണോ ഉണ്ടാവുക ആ പോരായ്മകളൊന്നും ഇല്ല. പോരായ്മകളായിക്കൊണ്ട്, ന്യൂനതകളായിക്കൊണ്ട്, മോശങ്ങളായിക്കൊണ്ട് പറയപ്പെടാവുന്ന എന്തൊക്കെയുണ്ട് അതൊന്നും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല. അത് ഏത് ഭാഗത്തിലൂടെയാണെങ്കിലും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതോടെ തന്നെ വിഷയം തീർപ്പായി, ഇതോടെ തന്നെ വിഷയം പൂർണ്ണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ സ്വന്തം നിലക്കോ അവിടുത്തെ കുടുംബത്തിലൂടെയോ എന്തെങ്കിലും ഒരു ഐബ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാനില്ല. അതാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കാര്യഗൗരവത്തോടുകൂടി സഹാബിമാരോട് പറഞ്ഞത്, ഫഅന ഖൈറുക്കും ബൈതാ വ ഖൈറുക്കും നഫ്സാ. സ്വന്തം ദാത്ത്, ആ സ്വന്തം ദാത്തിന് എന്തൊക്കെ ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ മുഴുവനും എനിക്കുണ്ട്. എന്നാൽ പരമ്പരയെ, വംശത്തെ ആ നിലക്ക് നോക്കുമ്പോ അവിടെയും ഞാൻ ഖൈറാകുന്നു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അലം നശ്റഹ് ലക സദ്റക വവളഅന അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക വറഫഅന ലക ദിക്റക. ഈ പറഞ്ഞ ഓരോ ഭാഗങ്ങളെയും വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മഹത്തായ ഈ നൂറുൻ അലാ നൂർ എന്ന അതിമഹത്തായ പരിപാടി
അത് ഓരോ ദിവസങ്ങളിലും മഹാന്മാരാകുന്ന അലിമീങ്ങൾ ഉസ്താദന്മാർ ഓരോ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് നടത്തുന്ന ക്ലാസ് ആണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ 4 ആയത്തുകളിലായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള മറ്റ് വിഷയങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. വറഫഅനാ ലക ദിക്റക്, അങ്ങയെക്കുറിച്ചുള്ള ദിക്ർ, അങ്ങയെക്കുറിച്ചുള്ള പറച്ചിൽ, അങ്ങയെക്കുറിച്ചുള്ള സ്മരണ, അതിന് യാതൊരു അയ്ബുമില്ല, ഒരു കുറവുമില്ല. നിങ്ങളെ ഏതൊക്കെ നിലക്ക് ഉയർത്തി പറയാൻ പറ്റുമോ അത് മുഴുവനും നബി തങ്ങളെ നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ നിലക്ക് നിങ്ങളെ ഉയർത്തി പറയാൻ പറ്റുമോ അത് മുഴുവനും അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ അയ്ബാണോ, എന്തൊക്കെ ന്യൂനതയാണോ, പോരായ്മയാണോ ഒരു മനുഷ്യനിലേക്ക് ചേർക്കാൻ പറ്റുക, ആ പോരായ്മകളൊന്നും നിങ്ങൾക്ക് നൽകിയിട്ടില്ല. അതല്ലേ വറഫഅനാ ലക ദിക്റക്. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹായിക്കൊണ്ട് എന്തും പറയാം. പക്ഷേ നസാറ ചെയ്തതുപോലെ, ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് നസാറ പറഞ്ഞതുപോലെ മാത്രം പറയണ്ട. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഇബ്നാകുന്നു, മകനാകുന്നു എന്ന്. അങ്ങനെ ഉലൂഹിയത്തിന്റെ ചില ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാമിന് ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയണ്ട, മറ്റ് മദ്ഹായിക്കൊണ്ട് ഒരു മനുഷ്യന് മദ്ഹായിക്കൊണ്ട് എന്തൊക്കെ പറയാനുണ്ട് അത് മുഴുവനും പറയാം. വറഫഅനാ ലക ദിക്റക്, നിങ്ങളുടെ ദിക്റിന് ഒരു നുക്സാനുമില്ല, അതിന് റിഫഅത്ത് മാത്രമാണുള്ളത്. ഒന്നും ഒരു പോരായ്മയും പറയാനില്ല. ഏത് നിലക്കാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും. നമുക്കറിയാമല്ലോ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംഗതികളുണ്ടോ, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന് മുഴുവനും മഹത്വമുണ്ട്, അതിലൊന്നും യാതൊരു കുറവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാജ്യം അല്ലേ ഉമ്മുൽ ഖുറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച രാജ്യം, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുകയും അവിടുന്ന് വഫാത്താവുകയും ചെയ്ത പുണ്യ മദീന. എത്രയാണ് മദീനയുടെ മഹത്വം, അതും മറ്റൊരു വിഷയമായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബ് അല്ലേ, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫ. ഇങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി അഷ്റഫുൽ ഖൽഖാണല്ലോ ഹബീബ നബി തങ്ങൾ. അഷ്റഫുൽ ഖൽഖാണല്ലോ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ അഷ്റഫുൽ ഖൽഖാകുന്ന ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ നഫ്സുമായി ബന്ധപ്പെടുന്ന, അവിടുത്തെ കുടുംബവുമായി ബന്ധപ്പെടുന്ന, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെടുന്ന, അവിടുത്തെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിനൊന്നും അതുമായി ബന്ധപ്പെട്ട ഒന്നും ഒരു അയ്ബും ഒരു പോരായ്മയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ പാടില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പലപ്പോഴും അവിടുത്തെ പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഫഖ്റ് പറഞ്ഞിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ കാണാം. വിശാലമായി പറയേണ്ടുന്ന സംഗതികളാണ് അതൊക്കെ. അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദിൽ മുത്തലിബ്, അനബ്നു അബ്ദിൽ മുത്തലിബ്. ഇങ്ങനെ എത്ര ഹദീസുകളും എത്ര പരാമർശങ്ങളും ഇത്രമാത്രം ഗണ്യതമായ തെളിവുകൾ ഉണ്ടായിട്ടും വ്യക്തമായ സൂചനകൾ ഉണ്ടായിട്ടും എങ്ങനെയാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെയുള്ള പോരായ്മകളും അയ്ബുകളും പറയുന്നത്? അനബ്നു അബ്ദുൽ മുത്തലിബ്, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപ്പാപ്പയുടെ പേര് പറഞ്ഞുകൊണ്ട് ഫഖ്റ് പറയുക, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്. അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർ അവർ സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവരാണെങ്കിൽ, അങ്ങനെയാണല്ലോ വഹാബികൾ പറയുന്നത്, സമൂഹത്തിൽ ഒന്നിനും പറ്റാത്തവരാണെങ്കിൽ എങ്ങനെയാണ് ഇത്രയും മോശക്കാരായ പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫഖർ പറയുക? എത്ര സ്ഥലങ്ങളിലാണ് ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പരയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹിൽ ബാബു മബ്അസിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അധ്യായത്തിൽ, ഈ ബാബിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ, അവിടുത്തെ പിതാവടക്കം 21 പിതാക്കന്മാരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നു ഹാഷിം ഇബ്നു അബ്ദി മനാഫ് ഇബ്നു ഖുസൈൻ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബ് ഇബ്നു ഫിഹിർ ഇബ്നു മാലിക് ഇബ്നു നദർ ഇബ്നു കിനാനത്ത് ഇബ്നു ഹുസൈമത്ത് ഇബ്നു മുദ്രികത്ത് ഇബ്നു ഇല്യാസ് ഇബ്നു മുളറ ഇബ്നു നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പിതാവ് അടക്കം 21 പിതാക്കന്മാരുടെ അഥവാ 20 ഉപ്പാപ്പമാരുടെ പേര് നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ കിതാബുകളിലൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പാപ്പമാരുടെ പേര് പറഞ്ഞു കാണും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹിൽ പറഞ്ഞിട്ടുള്ള ആ ഉപ്പാപ്പമാരുടെ പേരാണ് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ ഉള്ളത്. നമുക്കറിയാമല്ലോ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ഉപ്പ അബ്ദുള്ള എന്നവരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി എന്നവരുമാണ്, അഥവാ അബ്ദുള്ള എന്നവരുടെ ഭാര്യ ആമിന എന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂന്നാമത്തെ പിതാവ് ഹാഷിം, അവരുടെ ഭാര്യ സൽമ. നാലാമത്തെ പിതാവ് അബ്ദു മനാഫ്, അവരുടെ ഭാര്യ ആതിഖ. അഞ്ചാമത്തെ പിതാവ് ഖുസൈ, അവരുടെ ഭാര്യ ഹിബ്ബി. ആറാമത്തെ പിതാവ് കിലാബ്, അവരുടെ ഭാര്യ ഫാത്തിമ. ഏഴാമത്തെ പിതാവ് മുറ, അവരുടെ ഭാര്യ ഹിന്ദ്. എട്ടാമത്തെ പിതാവ് കഅബ്, അവരുടെ ഭാര്യ വഹ്ഷ. ഒൻപതാമത്തെ ഭാര്യ ലുഅയ്, അവരുടെ ഭാര്യ മാരിയ. ഗാലിബ് ഭാര്യ ആതിഖ. ഫിഹിർ ഭാര്യ ലൈല. മാലിക് ഭാര്യ ജന്തല. നളുർ ഭാര്യ അക്രശ. കിനാന അവരുടെ ഭാര്യ ബറ. ഹുസൈമ അവരുടെ ഭാര്യ അവാന. മുദ്രിക അവരുടെ ഭാര്യ സൽമ. ഇല്യാസ് അവരുടെ ഭാര്യ ലൈല. മുളർ അവരുടെ ഭാര്യ ഹറഫ. നിസാർ അവരുടെ ഭാര്യ ഖബിയ. മുഅദ് അവരുടെ ഭാര്യ മുആന. അദ്നാൻ അവരുടെ ഭാര്യ മിൻഹാദ്. ഇങ്ങനെ 20 ഉപ്പാപ്പന്മാർ, അബ്ദുള്ള എന്ന ആ പിതാവടക്കം 21 പിതാക്കന്മാർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര എന്ന് പറയുമ്പോൾ ഈ പിതാക്കന്മാരുടെ പരമ്പര, അതുപോലെ തന്നെ മാതാക്കളുടെയും പരമ്പര, രണ്ടും നമ്മുടെ ചർച്ചയിലുള്ളത് തന്നെയാണ്. രണ്ടും നമ്മുടെ ചർച്ചയിൽ ഉദ്ദേശിക്കുന്നു. നമുക്കൊക്കെ അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഖുറൈശിയാണ്, വംശം ഹാഷിമിയാണ്. ഇത് പണ്ട് മുതൽക്കേ നാം മദ്രസകളിൽ പഠിച്ചു വരുന്നതാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? ബഹുമാനപ്പെട്ട
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 13ാമത്തെ പിതാവ് നെളിർ എന്നവരെക്കുറിച്ചാണ്, നെളിർ എന്നവരുടെ പരമ്പരയെക്കുറിച്ചാണ്, സന്താനങ്ങളെക്കുറിച്ചാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. ആരാണ് ഖുറൈശികൾ? ചരിത്രത്തിന്റെ കിതാബുകൾ രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, 13ാമത്തെ പിതാവാകുന്ന നെളിർ എന്നവരെക്കുറിച്ചാണ് ഖുറൈശ് എന്ന് പറയുന്നത്. അവരുടെ പരമ്പരയെക്കുറിച്ച് ഖുറൈശികൾ എന്ന് പറയുന്നു. എന്നാൽ 11ാമത്തെ പിതാവ് ഫിഹിർ എന്നവരെക്കുറിച്ചാണ് ഖുറൈശ് എന്ന് പറയുന്നത്. അവരുടെ മക്കളെക്കുറിച്ചാണ് ഖുറൈശികൾ എന്ന് പറയുന്നത് എന്നൊരഭിപ്രായവും കിതാബുകളിൽ കാണാവുന്നതാണ്. അധിക ചരിത്ര പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് 13ാമത്തെ പിതാവ് നെളിർ എന്നവരെക്കുറിച്ച് ഖുറൈശ് എന്ന് പറയും. അവരുടെ മക്കളെക്കുറിച്ച് അവരിലേക്ക് ചേർത്തിക്കൊണ്ട് ഖുറൈശി എന്നും പറയും. പല കാരണങ്ങളും അതിന് പറയുന്നുണ്ട്. ഇവരുടെ കുടുംബം പല ഭാഗങ്ങളിലായി ചിന്നിച്ചിതറി താമസിക്കുകയായിരുന്നു. അവരെ മുഴുവനും ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസമാക്കി. അതിന് നേതൃത്വം കൊടുത്തത് ഇപ്പറഞ്ഞ നെളിർ എന്നവരായിരുന്നു. അതുകൊണ്ട് ഒരുമിച്ചു കൂട്ടിയവർ എന്നർത്ഥത്തിലുള്ള ഖുറൈശ് എന്ന പേര് നെളിറിനെ കുറിച്ച് പറഞ്ഞു വന്നു. ഇതാണ് ഖുറൈശി. വംശം ഹാഷിമി എന്ന് പറയാറുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുടുംബം ഖുറൈശി. അതിനൊന്നുകൂടി വിശദമായി കൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ 13ാമത്തെ പിതാവാണ് നെളിർ. നെളിറിന്റെ നേരെ ഉപ്പ കിനാന എന്നവരാ. ഈ കിനാന എന്നവർക്ക് നെളിർ അടക്കം 6 മക്കൾ ഉണ്ടായിരുന്നു എന്നും ഈ 6 മക്കളിൽ ഒരാളാകുന്ന നെളിറിനെ കുറിച്ചാണ് ഖുറൈശ് എന്ന് പറയുന്നത്. അവരുടെ മക്കളെക്കുറിച്ച് ഖുറൈശികൾ എന്നും പറയുന്നു. കിനാനയുടെ മറ്റ് 5 മക്കളിലൂടെയുള്ള പരമ്പരയെക്കുറിച്ച് കിനാനികൾ എന്നാണ് പറയുക. അവരെക്കുറിച്ച് ഖുറൈശി എന്ന് പറയില്ല. അപ്പൊ ഈ പരമ്പര ഒന്നുകിൽ ഖുറൈശികളായിരിക്കും, അതല്ലെങ്കിൽ കിനാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വംശം ഹാഷിമിയാണ് എന്ന് നാം മദ്രസകളിലൂടെ, കിതാബുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4ാമത്തെ ഉപ്പയാണല്ലോ അബ്ദു മനാഫ്. ഈ അബ്ദു മനാഫിന് 10 മക്കളുണ്ട്. ഈ 10 മക്കളിൽ ഒരാളാണ് ഹാഷിം എന്നവർ. ഈ ഹാഷിമിന്റെ ആ പരമ്പരയിൽപ്പെട്ടവരെ കുറിച്ചാണ് ഹാഷിമി എന്ന് പറയുന്നത്. നമ്മൾ അഹ്ലുബൈത്തിന് ആലുന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനർത്ഥം പറയുമ്പോൾ നമ്മുടെ കിതാബുകളിലൊക്കെ കാണാം ഹാഷിം മുത്തലിബ് കുടുംബക്കാരാകുന്നു എന്ന്. അഥവാ അബ്ദു മനാഫിന്റെ ഹാഷിം എന്ന മകന്റെ ആ പരമ്പരയെക്കുറിച്ച് ഹാഷിമികൾ എന്ന് പറയും. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുറൈശിയാണ്, പക്ഷേ ഹാഷിമിയല്ല, മുത്തലിബിയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം ഖുറൈശിയാകുന്നു, വംശം ഹാഷിമിയാകുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ഇവിടെ ഒരു കാര്യം കൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ തന്നെ മാതാക്കളെ കുറിച്ചും പറയുമ്പോൾ അബ്ദുള്ള എന്നത് മുതൽക്ക് എണ്ണി
21ാമത്തെ പിതാവാകുന്ന അദ്നാൻ അവരുടെ ഭാര്യ മിൻഹാദ് അവരിൽ നാം നിർത്തി. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിതാക്കന്മാരുണ്ടല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവരൊക്കെ വിശദീകരിക്കുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണവും കാണാം. അദ്നാൻ മുതൽക്ക് അബ്ദുള്ള എന്നവർ വരെയുള്ള പിതാക്കന്മാരുടെ പരമ്പരയിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പിതാക്കന്മാരുടെ പേരും അതുപോലെ തന്നെ മാതാക്കളുടെ പേരും ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ അവരുടെ താരീഖ് പോലെയുള്ള ചില കിതാബുകളിലൊക്കെ അബ്ദുള്ള എന്നവർ മുതൽക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള പിതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. മറ്റു പല കിതാബുകളിലും കാണാം. പക്ഷേ അദ്നാൻ മുതൽക്ക് മേൽപോട്ടുള്ളവരിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവിടെ നിന്നങ്ങോട്ട് മേലെയുള്ള മുകളിലേക്കുള്ള ആളുകളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി ബഹുമാനപ്പെട്ട സഹാബിമാർ പറഞ്ഞിരുന്നില്ല എന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്നാൻ വരെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ സഹാബിമാർ പറഞ്ഞിരുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള പിതാക്കന്മാരുടെ പരമ്പരയെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കസ്സബൻ നസ്സാബൂന എന്ന് പറഞ്ഞതായിക്കൊണ്ട് കിതാബുകളിൽ കാണാം. അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ശരിയല്ലാത്ത പല വാദങ്ങളും വന്നിട്ടുണ്ട് എന്നർത്ഥത്തിൽ കദബൻ നസ്സാബൂന. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബായിനെ കുറിച്ച് പറയുമ്പോൾ അദ്നാൻ വരെ പറഞ്ഞിരുന്നുള്ളൂ എന്നും അതിനപ്പുറത്തേക്കുള്ളവരുടെ പേര് പറയൽ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വെറുത്തിരുന്നു എന്നും സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളാകുന്ന ഉംദത്തുൽ ഖാരിയിലും അതുപോലെ തന്നെ ഫതുഹുൽ ബാരിയിലും അതുപോലെയുള്ള മറ്റു കിതാബുകളിലും കാണാം. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കളെക്കുറിച്ചും മാതാക്കളെക്കുറിച്ചും തന്നെ ആലോചിക്കാം. നബി തങ്ങളുടെ കുടുംബം ഖുറൈശിയാണ്. ഖുറൈശി എന്ന ഈ വാക്ക് തന്നെ ഒരു മദ്ഹിന്റെ മേൽ അറിയിക്കുന്ന, ഒരു ഫഖറിന്റെ മേൽ അറിയിക്കുന്ന, നമ്മുടെ സാധാരണ ഉപയോഗത്തിൽ തന്നെ സാധാരണ ആളുകൾക്കിടയിൽ പറയാറുള്ള വാക്കാണല്ലോ, ഓനൊരു ഖുറൈശി എന്ന് പറയും, അവനൊരു ഖുറൈശി. അതുപോലെ തന്നെ ഏത് ഖുറൈശി ആയാലും വേണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഖുറൈശ് എന്നുള്ള ഈ പേര് തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഫഖറിന്റെ മേൽ മദ്ഹിന്റെ മേൽ അറിയിക്കുന്ന വാക്കാണ്. അങ്ങനെയാണല്ലോ. കാരണം ഏറ്റവും വലിയവരാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏറ്റവും വലിയവരാണല്ലോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഏതെങ്കിലും കുടുംബത്തിൽ ഏതെങ്കിലും ഉപ്പാക്ക് ഏതെങ്കിലും ഉമ്മാക്ക് ജനിക്കേണ്ടുന്നവരല്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും ആലോചിച്ചാൽ അറിയാവുന്ന വിഷയമല്ലേ. വിഷയത്തെ നീട്ടിപ്പരത്തി പറഞ്ഞാൽ മറ്റ് ഉസ്താദുമാരുടെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നൂറിനെ കുറിച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ക്ലാസുകൾ അവതരണങ്ങൾ കഴിഞ്ഞതാണല്ലോ. ആ നൂറ് പവിത്രമാക്കപ്പെട്ട നൂറ്, ആ നൂറിന്റെ വാഹകരാണല്ലോ മഹാന്മാരാകുന്ന ഈ പിതാക്കന്മാർ. പിന്നെ അവരേതെങ്കിലും ആളുകളാകുമോ? എന്താണ് ഈ പറയുന്നത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അവ്വലുൽ ഖൽഖാകുന്ന നുബുവത്തിന്റെ റിസാലത്തിന്റെ മഹത്വമുള്ള ആ നൂറിന്റെ വാഹകർ അല്ലേ? മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ അല്ലാഹു തആല ആ നൂറ് നിക്ഷേപിച്ചപ്പോൾ ആ നൂറ് അവിടുത്തെ മുതുകിൽ പ്രകാശിച്ചിരുന്നു എന്നല്ലേ ചരിത്രത്തിലുള്ളത്?
മലക്കുകൾ ആ നൂറ് കണ്ട് ആശ്ചര്യപ്പെട്ടിരുന്നു എന്നല്ലേ ചരിത്രത്തിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഷറഫാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട നൂറ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജബ്ഹത്തിലേക്ക് നെറ്റിയിലേക്കാക്കിയപ്പോ അവിടെയും പ്രകാശിച്ചു എന്നും മലക്കുകൾ ചുറ്റുഭാഗത്തും ആശ്ചര്യത്തോടുകൂടി നോക്കി നിന്നിരുന്നു എന്നൊക്കെയല്ലേ ഹദീസിന്റെ ചരിത്രത്തിന്റെ കിതാബുകളിലുള്ളത്? ആ നൂറിനെ അല്ലാഹു തആല ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും മോശം ആളുകളിലൂടെ ഏതെങ്കിലും ദുസ്വഭാവികളായ ആളുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമോ? ഒരിക്കലുമില്ല. അതൊരിക്കലുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ അഷ്റഫിയത്തിനോട് എതിരായ കാര്യമാണ്. ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരിൽ ആ നൂറ് വന്നപ്പോൾ ആ നൂറ് അബ്ദുള്ള എന്നവരിൽ പ്രകാശിച്ചിരുന്നു എന്നും ആ പ്രകാശം കണ്ടുകൊണ്ട് പ്രകാശിക്കുന്ന അബ്ദുള്ള എന്നവരെ കണ്ടുകൊണ്ട് അവിടെയുള്ള ജൂതമണ്ഡലന്മാരും ക്രിസ്തീയ പുരോഹിതന്മാരും ഇത് വരാനിരിക്കുന്ന പ്രവാചകന്റെ നബിയുടെ നൂറാകുന്നു എന്ന് പ്രവചനം നടത്തിയിരുന്നു എന്നൊക്കെ ഹദീസ് ചരിത്രങ്ങളിലുള്ളതല്ലേ? മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ് അവിടുത്തെ ഒരു വല്ലിപ്പയുടെ മുതുകിലാകുമ്പോ, ഇല്യാസ് എന്നവരുടെ മുതുകിലാകുമ്പോൾ ആ മുതുകിൽ നിന്ന് തൽബിയത്ത്, ആ നൂറിന്റെ തൽബിയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങൾ ജനിക്കാൻ കാരണമാകുന്ന ആ നുതുഫത്ത്, ആ നുതുഫത്തിനും ഈ നൂറിന്റെ പരിശുദ്ധിയുണ്ടല്ലോ. ആ നുതുഫത്ത് ഇല്യാസ് എന്നവരുടെ മുതുകിൽ വെച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലിരുന്നു എന്നും ആ തൽബിയത്ത് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിലുണ്ട്. ഇത്രയ്ക്ക് പവിത്രമാക്കപ്പെട്ട ആ നുതുഫത്തിന്റെ വാഹകരാകുന്ന ഈ പവിത്രമായ ആ പരമ്പരയെക്കുറിച്ച് അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ള ശിർക്ക് ലദുൽമുൻ അളീം എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു ഈ നൂറിനെ നിക്ഷേപിക്കുമോ? ഒന്നാലോചിക്കണം. ഏറ്റവും മഹത്വമുള്ള ഇനിയൊരു മഹത്വം, ഒരു മനുഷ്യന് എന്തൊക്കെ മഹത്വങ്ങളുണ്ട്, ആ മഹത്വങ്ങൾ മുഴുവനും ആർക്ക്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബ നബി തങ്ങൾക്ക് കാരണമാകുന്ന ആ നുതുഫത്ത് അല്ലാഹു തആലയ്ക്ക് ഏറ്റവും വെറുപ്പുള്ള, ലോകത്തെ ഏറ്റവും വലിയ തെറ്റാകുന്ന ശിർക്കിന്റെ വാഹകരാകുന്ന ആളുകളിൽ, ഇത് വഹാബിക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. അല്പം തന്റെ ഇടമുള്ള, ബോധമുള്ള, ബുദ്ധിയുള്ള ഒരാൾക്കും ഇത് പറയാൻ സാധ്യമല്ല. അതല്ലെങ്കിലും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറയുന്നവർക്ക് പറയുന്ന പേരാണല്ലോ വഹാബി എന്ന്. വിഷയം മാറിപ്പോകും, ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോ ഖുറൈശി എന്നുള്ളത് തന്നെ ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ ഫഖ്റിന്റെ മേൽ അറിയിക്കുന്ന, അവനൊരു ഖുറൈശി, ഏത് ഖുറൈശി ആയാലും വേണ്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ ഖുറൈശി കുടുംബത്തെക്കുറിച്ച് ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരിയും മുസ്ലിം റളിയല്ലാഹു അൻഹും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖിലാഫത്തിനെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത്. അമീറുൽ മുഅ്മിനീൻ, ഖിലാഫത്ത്, ഈ ഖിലാഫത്ത് ഖുറൈശികളിലേ ഉണ്ടാകൂ. ഖുറൈശികളാണ് ഖലീഫയാവേണ്ടത്. ലോകത്താരുണ്ടെങ്കിലും ഖലീഫയായിക്കൊണ്ട് വരേണ്ടത് ഖുറൈശികളാകുന്നു. ഖിലാഫത്ത് ഖുറൈശികൾക്കുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന ഹാദൽ അംറ ഫീ ഖുറൈശ് ലാ യുആദീഹിം അഹദുൻ ഇല്ലാ കബ്ബഹുല്ലാഹു അലാ വജ്ഹിഹി മാ അഖാമുദ്ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തറവാടിന് ഉള്ള മഹത്വത്തെക്കുറിച്ച് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിലാഫത്ത് അത് ഖുറൈശികൾക്കുള്ളതാണ്. ഖുറൈശികൾ ദീനനുസരിച്ച് നിലനിൽക്കുമ്പോ ആരെങ്കിലും ഖുറൈശികളോട് ദേഷ്യം വെക്കുന്നെങ്കിൽ ഇല്ലാ കബ്ബഹുല്ലാഹു അലാ വജ്ഹിഹി,
അള്ളാഹു അവരെ നിന്ദ്യരാക്കുമെന്ന് ഉദ്ദേശം. അള്ളാഹു അവരെ നിന്ദ്യരാക്കും. ഇല്ല കബ്ബഹുല്ലാഹു അലാ വജ്ഹിഹി. ഇതും ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബത്തിനുള്ള എന്താണ് ഇതിന്റെ പ്രത്യേകത? എന്റെ കുടുംബമായി എന്നുള്ളത് തന്നെ. എന്റെ കുടുംബമായി എന്നുള്ളത് തന്നെ. ഏതാണ് ഈ കുടുംബം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ പരിശുദ്ധി, റിസാലത്തിന്റെ പരിശുദ്ധി, അതിനെക്കുറിച്ച് അതിന്റെ വണ്ണവലുപ്പത്തെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. എന്താണ് നുബുവത്ത്? ബഹുമാനപ്പെട്ട ബാക്കി ഉസ്താദിന്റെ ക്ലാസ് നാം കേട്ടതാ. എന്താണ് നുബുവത്ത്? ആ നുബുവത്തിന്റെ ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനെ ക്ലിപ്തമാക്കി പരിമിതപ്പെടുത്തി മനസ്സിലാക്കാൻ തന്നെ പ്രയാസമായിട്ടുള്ള മഹത്തായ നുബുവത്ത്, ആ നുബുവത്തിന്റെ പവിത്രത കൊണ്ട് ആദരിക്കപ്പെട്ടിട്ടുള്ള ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാരണമാകുന്ന ആ വിത്ത്, ആ അസ്ല്, അത് കടന്നു വരുന്ന അതിനെ സൂക്ഷിക്കുന്ന ഗർഭാശയങ്ങൾ, അതിനെ സൂക്ഷിക്കുന്ന ബത്തനുകൾ, വയറുകൾ, അതിനെ വഹിക്കുന്ന മുതുകുകൾ. ആലോചിക്കൂ, ഈ മുതുക് ഒരു ബിംബത്തിന് മുന്നിൽ കുമ്പിടുന്ന മുതുകാകുമോ? എങ്കിൽ പിന്നെ ആ നൂറിനെന്ത് പരിശുദ്ധി? ഈ നുതുഫത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അവിഹിതമായ രീതിയിൽ ഈ പരിശുദ്ധമായ നുതുഫത്തിനെ ഒരു ഗർഭാശയത്തിലേക്ക് മാറ്റം ചെയ്യപ്പെടുമോ? എങ്കിൽ പിന്നെ ആ നുതുഫത്തിന് എന്ത് പരിശുദ്ധി? അല്ലേ? ഒരിക്കലുമില്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ യുരിദ് ഹവാന ഖുറൈശിൻ അഹാനഹുല്ലാഹ്. ഒരാൾ ഖുറൈശികളെ നിന്ദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹു അയാളെ നിന്ദിക്കും. ഒരാൾ ഖുറൈശികളെ നിന്ദിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹു അയാളെ നിന്ദിക്കും. ഇതൊക്കെ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ലായി എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. അസ്ലായി എന്നുള്ളതാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബായിനെ കുറിച്ചും ഉമ്മഹാത്തിനെ കുറിച്ചും വലിയ പവിത്രതയും വലിയ വിശുദ്ധിയുമുള്ളതായി നമുക്ക് രേഖകളിൽ, പ്രമാണങ്ങളിൽ, ചരിത്രങ്ങളിൽ, ഹദീസുകളിലൊക്കെ, അതിലപ്പുറം മഹാന്മാരായ ഇമാമുമാരുടെ വിശദീകരണങ്ങളിലൊക്കെ കാണാൻ, മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബൂ നുഐം അൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ദലായിലിൽ പറഞ്ഞ ഒരു ഹദീസ് ഒരുപാട് കിതാബുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ ഏതെങ്കിലും ഒരു ഉമ്മയും ഏതെങ്കിലും ഒരു ഉപ്പയും ഒരിക്കലും അവിഹിതമായ ബന്ധത്തിൽ ഗർഭം ധരിച്ചിട്ടില്ല, അവിഹിതമായ രൂപത്തിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫയൻകുലുനി മിൻ അസ്ലാബിൻ തയ്യിബത്തിൻ ഇലാ അർഹാമിൻ ത്വാഹിറ സാഫിയൻ മുഹദ്ദബ ലാ തതശഅബു ശുഅബതാനി ഇല്ലാ കുൻതു ഫീ ഖൈരിഹിമാ. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബം, അവരുടെ പിതാക്കന്മാരും ഇത്ര ഉഷാറാകണം എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഏതെങ്കിലും അടകോടന്റെ, ഏതെങ്കിലും മോശമായ തെമ്മാടികളായ, വളരെ സമൂഹത്തിലൊക്കെ വളരെയധികം മോശമായിക്കൊണ്ട് കണക്കാക്കപ്പെടുന്ന ഏതെങ്കിലും ഫാസിഖീങ്ങൾ, ദുർമാർഗികളായ ആളുകളിലൂടെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കാൻ കാരണമാകുന്ന ആ പവിത്രമാക്കപ്പെട്ട നുതുഫത്ത് കൈമാറപ്പെട്ടു എന്ന് ഈ വഹാബിക്കല്ലാതെ മറ്റാർക്കാണ് പറയാൻ സാധിക്കുക? ഇത് മനസ്സിലാക്കാൻ സുന്നിയാകണോ? അല്പം ബുദ്ധിണ്ടായ കാര്യം മനസ്സിലാവൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫയൻഖുലിനി മിൻ അസ്ലാബിൻ ത്വയ്യിബ. ത്വയ്യിബത്തായ സുൽബുകളിലൂടെയാണ് അല്ലാഹു എന്നെ നീക്കിയിട്ടുള്ളത്. ത്വയ്യിബത്തായ സുൽബിലൂടെ, പരിശുദ്ധമായ സുൽബിലൂടെ.
പരിശുദ്ധമായ സ്വൽബിലൂടെ. എവിടെ? കില അർഹാമിൻ ത്വാഹിറത്തിൻ, ത്വാഹിറത്തായ ഗർഭാശയങ്ങളിലേക്ക്, ത്വയ്യിബത്തായ അസ്ലാബിലൂടെ, അസ്ലാബിൽ നിന്ന് ത്വാഹിറത്തായ റഹ്മുകളിലേക്ക്. അങ്ങനെയാണ് എന്റെ വരവുണ്ടായിട്ടുള്ളത്. സാഫിയൻ മുഹദ്ദബ, ഒരു കുറവുമില്ലാത്ത രൂപത്തിൽ. എന്തൊക്കെ പോരായ്മകളുണ്ട്, ആ പോരായ്മകളൊക്കെ തൊട്ടെല്ലാം തന്നെ പരിശുദ്ധമായ രീതിയിൽ. അങ്ങനല്ലേ ആവുക, അങ്ങനല്ലേ ആവുള്ളൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തതശഅബു ശുഅബതാനി ഇല്ലാ കുൻതു ഫീ ഖൈരിഹിമാ. വളരെ വിശദമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടതാ. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ആരാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറുൻ അലാ നൂർ, അത് പോരാ. നൂറുൻ അലാ നൂർ, എത്ര നൂറാണത്, എത്ര നൂറാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ യഥാർത്ഥത്തിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ഇഷ്കും ഹുബ്ബും ഒക്കെ ഉണ്ടാകൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വഹാബിക്ക് എന്താ പറയാനുള്ളത്? നബി തങ്ങൾ വലിയ യോദ്ധാവാണ്, വലിയ നേതാവാണ്, വലിയ ജേതാവാണ്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തവരാണ്, അല്ലെ, വലിയ വിപ്ലവകാരിയാണ്. ശരി, അതൊക്കെ ശരി. പക്ഷേ എന്നാൽ അത് മാത്രമല്ല ഹബീബ നബി തങ്ങൾ, അത് മാത്രമല്ല ഹബീബ നബി തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ദാത്ത്, ഹബീബ നബി തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും, അതിന് എന്തൊക്കെ മദ്ഹുകളുണ്ടോ ആ മദ്ഹുകളൊക്കെ പറയാം. എല്ലാതും ശരി, എല്ലാതും ശരി, എല്ലാതും ശരി. എത്ര മദ്ഹുകൾ പറഞ്ഞാലും വീണ്ടും മദ്ഹുകൾ ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു പിതാവിന്, എന്റെ ഒരു പിതാവ്, ആ പിതാവിന് 2 മക്കളുണ്ടെന്ന് വെക്കാം. എന്നാൽ ആ എന്റെ ആ നുതുഫത്ത്, എനിക്കുള്ള ആ നുതുഫത്ത് ഏത് മകനിലൂടെയായിരിക്കും വരുന്നുണ്ടാവുക? ലാ തതശഅബു ശുഅബതാനി ഇല്ലാ കുൻതു ഫീ ഖൈരിഹിമാ. ചരിത്രങ്ങളിലൊക്കെ നമുക്ക് കാണാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർക്ക്, ഒരു പിതാവിന് 2 മക്കളുണ്ടെങ്കിൽ ആ 2 മക്കളിൽ ഏറ്റവും ഖൈറായവർ ആരോ അവരിലൂടെയായിരിക്കും എന്റെ പരമ്പര വരുന്നുണ്ടാവുക. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു. ആരാ ഫഖ്റുദ്ദീൻ റാസി? അല്ലേ, പരിശുദ്ധ ഖുർആനിന് ബൃഹത്തായ വ്യാഖ്യാനം നൽകിയവർ. ബഹുമാനപ്പെട്ട ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ, പരിശുദ്ധ ഖുർആനിനെ ഈ ഉമ്മത്ത് മനസ്സിലാക്കുന്നതിൽ വളരെ മഹത്തായ, വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഉമ്മത്തിന് വളരെ വലിയ ഖിദ്മത്ത് ചെയ്തിട്ടുള്ള മഹാനായ പണ്ഡിതനല്ലേ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു. അവർ പറയുന്നു, നുബുവത്തിന് തഹാറത്തുൽ മൗലിദും ഷറഫുൻ നസബും ഷർത്താകുന്നു എന്ന്. അവർക്കാണ് നുബുവത്ത് ഉണ്ടാവുക, അവർക്കേ നുബുവത്ത് ഉണ്ടാകൂ, അവർക്കേ നുബുവത്ത് ഉണ്ടാകൂ. ഷറഫുൻ നസബ്, അതുപോലെ തന്നെ തഹാറത്തുൽ മൗലിദ്, ഇത് രണ്ടും ഷർത്താണ്. എന്ന് പറഞ്ഞാൽ പരമ്പരയുടെ വിശുദ്ധി, പരമ്പരയുടെ വിശുദ്ധി. പിന്നീട് വരുന്ന ഒരാൾക്കും ഒരു നബിയുടെ ഏതെങ്കിലും ഒരു പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ ഇന്നാലിനുള്ള മകനല്ലേ എന്ന് ചോദിക്കേണ്ടുന്ന, പറയേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകൂല. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ, നാട്ടുംപുറത്തൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുള്ളതാണല്ലോ, എന്തെങ്കിലും കാര്യം, ആ കാര്യത്തിൽ 2 വ്യക്തികൾ തമ്മിൽ തർക്കമുണ്ടാകുമ്പോ, ഈ വലിയ ആളായിട്ട് വരണ്ട, ഈ ഇന്നാലിനാളുടെ മോനല്ലേ, അല്ലെ അന്റെ വാപ്പാന്റെ സ്വഭാവം എന്താ എനിക്കറിയാം, അന്റെ ഉപ്പാപ്പാന്റെ സ്വഭാവം എന്താ എനിക്കറിയാം, അന്റെ കുടുംബക്കാരുടെ സ്ഥിതി എന്താ എനിക്കറിയാം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെ ഏതെങ്കിലും ഒരു പിതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പിതാവിന്റെ ഐബ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്നൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നല്ല ഒരാൾക്കും ഉണ്ടാകൂല, ഒരാൾക്കും ഉണ്ടാകൂല. ഇനി ഇവരുടെയൊക്കെ
ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാഇന്റെയും ഉമ്മഹാത്തിന്റെയും അവരുടെ ഈമാനുമായി ബന്ധപ്പെട്ട് അവരുടെ നജാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ നജാത്തുമായി ബന്ധപ്പെട്ട് അവരുടെ ആഖിറത്തിലെ പരലോകത്തെ മോക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഈമാനുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കെന്ത് പറയാനുണ്ട്? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഏകദേശം അതിന്റെ രൂപങ്ങൾ മനസ്സിലായി കാണും. നബിതങ്ങൾ പറഞ്ഞു, ഫയൻഖുലുനി മിൻ അസ്ലാബിൻ തയ്യിബ ഇലാ അർഹാമിൻ ത്വാഹിറ. ഒരിക്കലും ഒരു മുശ്രിക്കിനെ കുറിച്ച് ഒരു ദുർമാർഗിയായ ആളെക്കുറിച്ച് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തയ്യിബ എന്നോ ത്വാഹിറ എന്നോ പറയൂല, ഒരിക്കലും പറയൂല. കാരണം എന്താണ് ത്വഹാറത്ത്, എങ്ങനെയാണ് വിശുദ്ധി, എന്താണ് വിശുദ്ധി? ഇത് പഠിപ്പിക്കാനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? മുശ്രിക്കീങ്ങൾ നജസാകുന്നു എന്ന, മാലിന്യമാകുന്നു എന്നാ പറഞ്ഞത്. ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മുശ്രിക്കീങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും മിൻ അസ്ലാബിൻ ത്വയ്യിബത്തിൻ ഇലാ അർഹാമിൻ ത്വാഹിറത്തിൻ എന്ന് പറയൂല. നമുക്ക് ഇവരെ കുറിച്ച് പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് ഉപ്പയാണെങ്കിലും അവിടുത്തെ ഏത് ഉമ്മയാണെങ്കിലും അവർ ശിർക്കിന്റെ ആളുകളായിരുന്നു, അവർ ബിംബാരാധകരായിരുന്നു എന്ന് പറയുന്ന ഒരു രേഖയും ചരിത്രത്തിൽ എവിടെയും തെളിയിക്കാൻ സാധ്യമല്ല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന വഹാബികൾ ഒരുപക്ഷെ ഉണ്ടാകാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയട്ടെ, മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരിൽ ഏതെങ്കിലും പിതാവ് ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ വളരെ ആക്ഷേപിച്ചിട്ടുള്ള ശിർക്ക്, ബിംബാരാധന, അതിന്റെ ആളുകളായിരുന്നു എന്ന് പ്രാമാണികമായി ഖണ്ഡിതമായ രേഖകളോടുകൂടി സമർത്ഥിക്കാൻ സാധ്യമല്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരാകുന്ന ഉലമാ ധാരാളം കിതാബുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് കിതാബുകൾ. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ ഏറെ സ്മരിക്കപ്പെടേണ്ടുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഒരുപാട് കിതാബുകൾ അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബായിനെ കുറിച്ച് പറയാൻ, വിമർശകരാൽ ആക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ അവിടുത്തെ ആബായിന് യാതൊരു കുറവുമില്ല എന്ന് സമർത്ഥിക്കാൻ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒരുപാട് കിതാബുകൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാനായ അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബൃഹത്തായ കിതാബാണ് അസ്റാറു തൻസീൽ. അസ്റാറു തൻസീൽ എന്ന കിതാബിൽ വളരെ വിശദമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ലിനെ കുറിച്ച്, ആബാ ഉമ്മഹാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പല ഹദീസുകളും കാണുമ്പോൾ, അതുപോലെ തന്നെ പല ഇമാമുമാരുടെ ഇൽമിയായ ചർച്ചകളും കാണുമ്പോൾ, ആ ചർച്ചകളിലും അതുപോലെ തന്നെ പല ഹദീസുകളും കാണുമ്പോൾ എന്താണ് ആ ചർച്ചയുടെ താല്പര്യമെന്ന്, അതല്ലെങ്കിൽ എന്താണ് ആ ഹദീസിന്റെ മാന എന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും അബദ്ധങ്ങളൊന്നും പറയാനോ മനസ്സിലാക്കാനോ പാടില്ല. കാരണം ബഹുമാനപ്പെട്ട തഫ്സീർ റൂഹുൽ ബയാനിൽ പറയുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്? വഹഖുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ ഹക്ക്, അയ്യുംസിക ലിസാനഹു, അവന്റെ നാവിനെ അവൻ കാക്കണം,
അമ്മാ യുഖില്ലു ബിശറഫി നസബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബക്കുള്ള ഷറഫ്, ആ ഷറഫിന് എന്തെങ്കിലും ഖലല് പറ്റുന്ന സംസാരങ്ങളെ തൊട്ട് തന്റെ നാവിനെ കാക്കണം. അത് മുസ്ലിമിന്റെ ബാധ്യതയാണ്. വയസൂനുഹു, അവൻ നാവിനെ സംരക്ഷിക്കണം. അമ്മാ യതബാദറു മിൻഹു നുഖ്സാനു, ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബായിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ എന്തെങ്കിലും പോരായ്മകൾ തോന്നിപ്പിക്കുന്ന വാക്കുകളെ തൊട്ട് ഒരു മുസ്ലിം തന്റെ നാവിനെ കാക്കേണ്ടതുണ്ട്. ഖുസൂസൻ ഇലാ വഹ്മിൽ ആമ്മ, പ്രത്യേകിച്ചും എന്തെങ്കിലും ചർച്ചകളോ സംസാരങ്ങളോ നടത്തുമ്പോ അധികമൊന്നും ഇൽമില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബയെക്കുറിച്ച്, തറവാടിനെക്കുറിച്ച്, ഇവിടുത്തെ ഉമ്മമാരെക്കുറിച്ചോ ഉപ്പമാരെക്കുറിച്ചോ എന്തെങ്കിലും കുറവ് തോന്നും തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. അതിനെ തൊട്ട് തന്റെ നാവിനെ കാക്കേണ്ടതുണ്ട്. ഇതൊരു മുസ്ലിമിന്റെ ഹക്കാകുന്നു. ആമുഖമായിക്കൊണ്ട് ഈ പോയിന്റ് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടുത്തെ കുറിച്ച് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്ന, അവിടുത്തെ തറവാടിനെ കുറിച്ച് എന്തെങ്കിലും കുറവുകൾ തോന്നുന്ന, പ്രത്യേകിച്ച് ആമത്തിന് തോന്നുന്ന സംസാരങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായിക്കൂടാ. അതിനെ തൊട്ട് തന്റെ നാവിനെ കാക്കേണ്ടതുണ്ട്, നാവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലേ? ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചൊരു ചോദ്യം, ബഹുമാനപ്പെട്ടവർ അതിന് നൽകിയ മറുപടി, ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചൊരു ചോദ്യം, ഒരാള് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പ നരകത്തിലാകുന്നു എന്ന്. അങ്ങനെ ഒരാൾ പറയുന്നെങ്കിൽ എന്താണ് അതിന്റെ വിധി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ ഫഅജാബ, ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു മറുപടി, ബി അന്നഹു മൽഊനുൻ, അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു. വഹാബികൾ കേൾക്കണം, അങ്ങനെ പറയുന്നവൻ ശപിക്കപ്പെട്ടവനാകുന്നു. ലിഅന്നല്ലാഹ യഖൂലു, കാരണം അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നല്ലദീന യുഉദൂന അല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും വിഷമിപ്പിക്കുന്നവർ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, അല്ലാഹുവിന്റെ ശക്തമായ അദാബ് അവർക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബഹുമാനപ്പെട്ടവർ തുടർന്നുകൊണ്ട് പറയുന്നു, ഒരു വ്യക്തിയുടെ ഉപ്പയെക്കുറിച്ച് പറയുക എന്നുള്ളത് ആ വ്യക്തിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അല്ലേ? ഒരു വ്യക്തിയുടെ ഉപ്പയെക്കുറിച്ച് പറയുക എന്നുള്ളത് ആ വ്യക്തിക്ക് ഏറ്റവും പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവിനെ ബുദ്ധിമുട്ടാക്കുന്നവർ, റസൂലിനെ ബുദ്ധിമുട്ടാക്കുന്നവർ, ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ട്. വഅഅദ്ദ ലഹും അദാബൻ മുഹീന, ശക്തമായ മുഹീനായ അദാബും അവർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ സംസാരങ്ങളിൽ തഫ്സീർ റൂഹുൽ ബയാൻ വിശദീകരിച്ചതുപോലെ, ഒരു മുസ്ലിമിന്റെ ഹക്ക് എന്താണെന്ന് വിശദീകരിച്ചതുപോലെ, സാധാരണക്കാരായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബയെക്കുറിച്ച്, തറവാടിനെക്കുറിച്ച് എന്തെങ്കിലും കുറവ് തോന്നുന്ന തരത്തിലുള്ള ചർച്ചകൾ വരാൻ പാടില്ല. അതിനെ തൊട്ട് നമ്മുടെ നാവിനെ കാക്കേണ്ടതുണ്ട്. ഇതൊരു മുസ്ലിമിന്റെ ഹക്കാകുന്നു. എന്നാൽ നമ്മുടെ വഹാബികൾ എത്ര നിസാരമായിക്കൊണ്ടാ പറയാറുള്ളത്, അല്ലേ? ആരാ പറയുന്നത്? ആരെക്കുറിച്ചാ പറയുന്നത്? സ്വന്തം ഉപ്പാന്റെ പേര് പോലും, അല്ലേ? ഉപ്പാന്റെ പേരറിയും, വല്ലിപ്പാന്റെ പേരും അറിയും. വല്ലിപ്പാന്റെ ഉപ്പാന്റെ പേരോ അതിന്റെ അപ്പുറത്തുള്ള ഉപ്പാന്റെ പേരോ ആർക്കാ പറയാൻ കിട്ടുക? ആർക്കാ പറയാൻ സാധിക്കുക? സ്വന്തം പിതാക്കന്മാരുടെ പേര്, ഒരു 10 പിതാക്കന്മാരുടെ പേര് പറയാൻ കിട്ടുമോ ഈ വഹാബിക്ക്? ഇനി പറയാൻ കിട്ടുകയാണെങ്കിൽ, കിട്ടാതിരിക്കും ഏറ്റവും നല്ലത്. കാരണം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും അയ്യപ്പന്റെയും ഏതെങ്കിലും അണ്ടന്റെ അടകോടന്റെയും പേരായിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുക? പറയാൻ കിട്ടാതിരിക്കുക നല്ലത്.
ഓന്റെ വാപ്പാന്റെ കാര്യം അവനക്കറിയോ? നരകത്തിലോ സ്വർഗത്തിലോ? അവന്റെ കാര്യം അവനക്കറിയോ? എന്നിട്ടാ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാന്റെ കാര്യം തീരുമാനിക്കാൻ പോണത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാണ് വഹാബിസം. ഇതാണ് വഹാബിസം. അവന്റെ കാര്യം അവൻക്കറിയോ? ഓന്റെ ഉപ്പാന്റെ കാര്യം, ഓന്റെ വാപ്പാന്റെ കാര്യം അവൻക്കറിയോ? പേര് പോലും അറിയില്ല. എന്നിട്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ലാബുൻ ത്വാഹിറ, അസ്ലാബുൻ തയ്യിബ, അർഹാമുൻ ത്വാഹിറ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള, അന ഖൈറുക്കും നഫ്സ വ ഖൈറുക്കും ബൈത എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഈ പരിശുദ്ധമായ പരമ്പരയെ ചോദ്യം ചെയ്യുക. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാർ, ആ പിതാക്കന്മാർ സമൂഹത്തിൽ ദുർമാർഗികളായിരുന്നു. ആ പിതാക്കന്മാർ സമൂഹത്തിൽ ദുർമാർഗികളായിരുന്നു. അവർ നരകക്കാരാണ്, അവർ മോശക്കാരാണ് എന്ന് ഈ വഹാബികൾ പറയുന്നത് പോലെ തെളിയിക്കാൻ സാധിക്കുന്ന ഒരു തെളിവും ഒരു ഉദ്ധരണിയും കൊണ്ടുവരാൻ സാധ്യമല്ല. നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറബിയാണ്, ഖുറൈശിയാണ്. നബി തങ്ങൾ അറബിയാണ്. അറബികളിൽ വിഗ്രഹാരാധന ആരംഭിക്കുന്നത്, വിഗ്രഹാരാധന കൊണ്ടുവരുന്നത് അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അംർ ഇബ്നു ലുഹയ്യ് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 17ാമത്തെ ഉപ്പയാകുന്ന ഇല്യാസ്. ഈ ഇല്യാസ് എന്നവർക്ക് 2 മക്കളുണ്ട്. ഒരു മകന്റെ പേര് മുദിരിക്ക. അവർ ഹബീബ നബി തങ്ങളുടെ ഉപ്പമാരിൽ പെടുന്നു. മുദിരിക്കയുടെ മറ്റൊരു സഹോദരനാണ് ഹംഅ. ഒന്ന് 17ാമത്തെ ഉപ്പയുടെ പേര് ഇല്യാസ്. ഈ ഇല്യാസിന് 2 മക്കൾ. ഒരു മകന്റെ പേര് മുദിരിക്ക, മുദിരിക്കയുടെ സഹോദരൻ അഥവാ ഇല്യാസിന്റെ മറ്റൊരു മകൻ ഹംഅ. ഈ ഹംഅയുടെ മകനാണ് ലുഹയ്യ്. ലുഹയ്യിന്റെ മകനാണ് അംർ. അഥവാ ഈ അംർ ജീവിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14ാമത്തെ പിതാവാകുന്ന കിനാന എന്നവരുടെ കാലത്താണ്. ശരിക്കും മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14ാമത്തെ പിതാവാകുന്ന കിനാനയുടെ കാലത്ത് ജീവിച്ച അംർ ഇബ്നു ലുഹയ്യ് എന്ന വ്യക്തിയിലൂടെയാണ് അറേബ്യയിൽ ബിംബാരാധന വരുന്നത്. അതുവരെ അറബികൾക്കിടയിൽ ബിംബാരാധനയില്ല. എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാൽ പ്രചരിക്കപ്പെട്ടിട്ടുള്ള ആ മില്ലത്തുൻ ഹനീഫിയ, ആ മില്ലത്തുൻ ഹനീഫിയ അറബികൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ദീനിനെ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ദീനിനെ അറബികൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള പ്രവാചകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമാണല്ലോ. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാൽ പ്രചരിക്കപ്പെട്ട ദീൻ അറബികൾക്കിടയിൽ നിലനിൽക്കുന്നു. ഈ ദീനിനെ ആദ്യമായി കൊണ്ട് തഗ്യീർ തബ്ദീൽ വരുത്തിയിട്ടുള്ളത്, അഥവാ മാറ്റം വരുത്തിയിട്ടുള്ളത്, അതിനെ വികൃതമാക്കിയിട്ടുള്ളത് അംർ ഇബ്നു ലുഹയ്യ് എന്ന മനുഷ്യനാണ്. അംർ ഇബ്നു ലുഹയ്യിന് മുമ്പ് അറബികൾക്കിടയിൽ വിഗ്രഹാരാധന, ബിംബാരാധനയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആവട്ടെ ഏറ്റവും പ്രബലമായ ചരിത്രപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 36ാമത്തെ പിതാവാണ്. 36ാമത്തെ പിതാവാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് മുതൽക്ക് നബി തങ്ങളുടെ 14ാമത്തെ പിതാവാകുന്ന കിനാനയുടെ കാലം വരെയും അറബികൾ നിലനിന്നിട്ടുള്ളത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനിന്റെ മേല.
അതുകൊണ്ട് എന്താ മനസ്സിലാകുന്നത്? ആ പിതാക്കന്മാരിൽ ഒന്നും കുഫറില്ല. ആ പിതാക്കന്മാരിൽ ഒന്നും കുഫറില്ല, ബിംബാരാധനയില്ല. അംർ ഇബ്നു ലുഹയ്യിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൽഖ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അംർ ഇബ്നു ലുഹയ്യ് യാത്ര ചെയ്തു. ഫറഅ ഖൗമൻ യഅബുദൂനൽ അസ്നാമ, അവിടെ കുറച്ചാളുകൾ ബിംബത്തെ ആരാധിക്കുന്നതായി കൊണ്ട് കണ്ടു. ഫസഅലഹും അൻഹ, അപ്പൊ ഈ ബിംബാരാധനയെ കുറിച്ച് കണ്ടപ്പോ, അതുവരെ അംർ ഇബ്നു ലുഹയ്യിനും പരിചയമില്ല ബിംബാരാധന. ബിംബാരാധനയെ കുറിച്ച് ചോദിച്ചപ്പോ ഫഖാലു ഹാദിഹി അർബാബുൻ നസ്തൻസിറു ബിഹാ ഫനുൻസറു, ഇത് ഞങ്ങളുടെ റബ്ബുകളാണ്, ഈ റബ്ബുകളോട് ഞങ്ങൾ സഹായം തേടും, അപ്പൊ ഞങ്ങളെ സഹായിക്കും. ഈ റബ്ബുകളോട് ഞങ്ങൾ മഴയെ തേടും, അപ്പൊ ഞങ്ങൾക്ക് മഴ കിട്ടും. ഇത് കണ്ടപ്പോ അംർ ഇബ്നു ലുഹയ്യിന് വലിയ താല്പര്യമായി. അംർ ഇബ്നു ലുഹയ്യ്, എനിക്കും വേണം ഒരു സ്വനമിന്, ഒരു ബിംബത്തെ എനിക്കും വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ ബൽഖയിലെ ആളുകൾ അംർ ഇബ്നു ലുഹയ്യ് എന്ന് പറയുന്ന മനുഷ്യന് ഹുബുൽ എന്ന് പറയുന്ന ബിംബത്തെ കൊടുത്തു. അങ്ങനെ ഹുബുൽ എന്ന് പറയുന്ന ഈ ബിംബത്തെ ബൽഖ എന്ന രാജ്യത്തു നിന്നും അംർ ഇബ്നു ലുഹയ്യാണ് മക്കയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കഅബയിൽ കൊണ്ട് വെക്കുകയും അതിനെ തഅലീം ചെയ്യാൻ വേണ്ടി ജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വദാലിക ഫി അവ്വലി മലിക് സാബൂർ ദിൽ അക്താഫ്, സാബൂർ ദിൽ അക്താഫ് എന്ന് പറയുന്ന രാജാവിന്റെ കാലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ചരിത്രപരമായി ഇതിനെ മനസ്സിലാക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ, അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 14ാമത്തെ പിതാവാകുന്ന കിനാന എന്നവരുടെ കാലത്ത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, ഇന്ന അംർ ഇബ്നു ലുഹയ്യ് കാന ഖദ് മലിക മക്ക വകാന അംർ ഇബ്നു ലുഹയ്യ് ആയിരുന്നു അവ്വല മൻ ഗയ്യറ ദീന ഇസ്മാഈല അലൈഹിസ്സലാം, ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെ ദീനിനെ ആദ്യമായി കൊണ്ട് വ്യത്യാസം വരുത്തിയവർ അംർ ഇബ്നു ലുഹയ്യാണ്. ഫത്തഖദൽ അസ്നാമ വനസബൽ ഔസാന വശറഅൽ ബഹീറത വസ്സായിബത വൽ വസീലത വൽ ഹാമ, അങ്ങനെ ബിംബാരാധനയും ബിംബങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കുന്ന ഈ പതിവൊക്കെ ആദ്യമായി കൊണ്ട് അവർക്കിടയിൽ കൊണ്ടുവന്നത് അംർ ഇബ്നു ലുഹയ്യ. ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലഖദ് റഅയ്തുഹു ഫിന്നാർ യുഅ്ദി അഹ്ലുൻ നാരി ബിരീഹി ഖസ്ബിഹി, നബി തങ്ങൾ പറയാ, ഈ അംർ ഇബ്നു ലുഹയ്യ് നരകത്തിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുകയും അദ്ദേഹത്തിന്റെ കുടൽ വെന്തുരുകുന്ന ആ ദുർഗന്ധം കാരണത്താൽ മറ്റു നരകക്കാർക്ക് പോലും അവർ ബുദ്ധിമുട്ടുണ്ടാവുന്നതായിക്കൊണ്ട് ഞാൻ കാണുന്നുണ്ട്, എനിക്ക് കാണിക്കപ്പെട്ടു എന്നൊക്കെ പല ഹദീസുകളിലും കാണാം. ഈ അംർ ഇബ്നു ലുഹയ്യ് മക്കയിലേക്ക് ബിംബാരാധന കൊണ്ടുവന്നപ്പോ, അതിനു മുമ്പ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മക്കയിൽ അറബികൾക്കിടയിൽ ബിംബാരാധനയില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക്, അഥവാ 36ാമത്തെ പിതാവ് മുതൽക്ക് 14ാമത്തെ പിതാവ് വരെയുള്ള, അഥവാ കിനാന വരെയുള്ളവരിൽ ഒന്നും തന്നെ കുഫറും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിംബാരാധനയും ഇല്ല എന്ന് നമുക്ക് ചരിത്രപരമായി ഖണ്ഡിതമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. പല തെളിവുകളുമുണ്ട്. മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ദുആ ചെയ്തതാണല്ലോ, ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ദുആ ചെയ്തതാണല്ലോ, വജ്നുബിനി വബനിയ അൻ നഅബ്ദൽ അസ്നാമ എന്നൊക്കെ. ഇങ്ങനെ പലതും നമുക്ക് അതിന്റെ ഉപോത്ബലകമായി കൊണ്ട് പറയാൻ സാധിക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, വകാന ഖുസയ്യുൻ, ഖുസയ് എന്നവരായിരുന്നു. ആരാണ് ഈ ഖുസയ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജദ്ദ്. യൻഹാഹും അൻ ഇബാദത്തിഹാ വയദഉഹും ഇലാ ഇബാദത്തില്ലാഹ്. ഖുസയ് എന്നവർ, അഥവാ ഖുസയ് നബി തങ്ങളുടെ 4ാമത്തെ ജദ്ദാണ്, 5ാമത്തെ പിതാവ. ഈ ഖുസയ് എന്നവർ ബിംബാരാധനയെ നഹി ചെയ്യുകയും വയദഉഹും ഇലാ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനേക്കുള്ള ഇബാദത്തിലേക്ക് അവരെ വിളിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഓരോ പിതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കുമ്പോഴും
ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അജ്ദാദിനെ, ഉപ്പമാരെ ഞാൻ പരിശോധിച്ചപ്പോൾ ഫവജത്തുഹും, അവരെ ഞാൻ എത്തിച്ചു, മുത്തഖീന മിൻ ആദമ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ്യ് വരെയുള്ളവരൊക്കെ അവർ മുത്തഖീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് എനിക്ക് ചരിത്രപരമായി മനസ്സിലാക്കാൻ സാധിച്ചു. മുറ 7ാമത്തെ പിതാവാണ്, 6ാമത്തെ ഉപ്പാപ്പയാണ്. അതുവരെയുള്ളവരൊക്കെ മുത്തഖീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് ഞാൻ കണ്ടെത്തി. എന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആളുകളോ വഹാബികൾ പറയുന്നത് പോലെ മോശക്കാരായിരുന്നോ? ഒരിക്കലുമല്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഫതുഹുൽ ബാരി പറയുന്നുണ്ട്, അദ്നാൻ, അതുപോലെ തന്നെ മുഅദ്, അതുപോലെ തന്നെ ഖുസൈമ, ഇവരൊക്കെ അലാ മില്ലത്തി ഇബ്രാഹിം. അല്ലേ, ആരാ ഇത് ഉദ്ധരിച്ചത്? ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി. അദ്നാൻ 21ാമത്തെ പിതാവാണ്. അതുപോലെ തന്നെ അവരുടെ ഉപ്പയാണ് മുഅദ്. അദ്നാൻ എന്നവരുടെ മകനാണ് മുഅദ്. അതുപോലെ തന്നെ അവരുടെ ഖുസൈമ എന്നവർ 15ാമത്തെ പിതാവാണ്. ഇവരൊക്കെ അലാ മില്ലത്തി ഇബ്രാഹിമ അലൈഹിസ്സലാം. അതുകൊണ്ട് ഫലാ തദ്കുറൂഹും ഇല്ലാ ബിഖൈർ, അവരെ പറയുമ്പോൾ നിങ്ങൾ ഖൈർ കൊണ്ട് മാത്രമേ പറയാവൂ, ഖൈർ കൊണ്ട് മാത്രമേ പറയാവൂ. ലാ തസുബ്ബു ഇല്യാസ, ഇല്യാസിനെ നിങ്ങൾ ചീത്ത പറയരുതേ. ഫഇന്നഹു കാന മുഅ്മിന, കാരണം ഇല്യാസ് മുഅ്മിനാണ്. ആരാണ് ഇല്യാസ്? 17ാമത്തെ പിതാവ് ഇല്യാസ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ അവിടുത്തെ മാതാക്കളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരൊക്കെ മുഅ്മിനീങ്ങളോ അതല്ലെങ്കിൽ ഷിർക്കിന്റെ ആളുകളാണ് എന്ന് ചരിത്രപരമായി കൊണ്ട് അവർ വളരെ ഫാസിഖീങ്ങളും വളരെ മോശക്കാരുമായിരുന്നു എന്ന് ചരിത്രപരമായി കൊണ്ട് തെളിയിക്കാൻ ഒരു രേഖയുമില്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കിലാബ് എന്നവരും അതുപോലെ തന്നെ ഖുസൈ എന്നവരും അബ്ദുമനാഫ് എന്നവരും ഹാഷിം എന്നവരും ഇവരെക്കുറിച്ച് ചരിത്രത്തിൽ ഞാനൊന്നും കണ്ടിട്ടില്ല, അവർ മുഅ്മിനീങ്ങളാകുന്നു എന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതേ ഖുസൈനെ കുറിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജദ്ദാകുന്ന ഖുസൈ എന്നവർ യൻഹാഹും അൻ ഇബാദത്തിഹാ വയദ്ഉഹും ഇലാ ഇബാദത്തില്ലാഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാ മുഴുവനും നജാത്തിന്റെ അഹ്ലുകാരാണ് എന്ന് ശക്തമായി വാദിക്കുന്ന ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖുസൈ എന്നവരെ കുറിച്ച് അവരുടെ ഈമാനുമായി ബന്ധപ്പെട്ട് ഞാനൊരു രേഖയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ, അതേ ഖുസൈ എന്നവരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം റാസി പറയുന്നു, യൻഹാഹും അൻ ഇബാദത്തിഹാ, ബിംബാരാധനയെ വിരോധിക്കുകയും അള്ളാഹുവിനേക്കുള്ള ഇബാദത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കുകയും ചെയ്തിരുന്നവരായിരുന്നു. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഈ സർവ്വപിതാക്കന്മാരെ കുറിച്ചും ഒരാളല്ലെങ്കിൽ മറ്റൊരാള്, ഒരു ഇമാം അല്ലെങ്കിൽ മറ്റൊരു ഇമാം ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അവരൊക്കെ ഫാസിഖീങ്ങളായിരുന്നു, അവരൊക്കെ മോശക്കാരായിരുന്നു എന്നൊന്നും പറയാൻ ഒരു രേഖയും ഇല്ല. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധ ഗ്രന്ഥമാണ് അസ്റാറു തൻസീൽ. ഈ അസ്റാറു തൻസീലിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാ കുല്ലുഹും ഇല ആദമ കദാലിക, ആദം അലൈഹിസ്സലാമിന്റെ വരെയുള്ള സാലികൂന ബിനത് തൗഹീദി ഫി അഖ്വമിൽ മസാലിക്, ഏറ്റവും നല്ല വഴിയിലൂടെ പോയവരും അവരൊക്കെ തൗഹീദിന്റെ ആളുകളുമായിരുന്നു. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവരുടെ അസ്റാറു തൻസീൽ എന്ന കിതാബിൽ. പല വിഷയങ്ങളും ചിന്തിക്കാനുണ്ട്, പല ഭാഗങ്ങളും ചിന്തിക്കാനുണ്ട്.
ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബുകളിൽ പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ അബായിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതി ഞാൻ ചുരുക്കുകയാണ്, സമയം ഒരുപാടായിട്ടുണ്ട്. അബായിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഗം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഉണ്ടല്ലോ. ഒരു റജുല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ഐന അബി, എന്റെ ഉപ്പാന്റെ സ്ഥിതി എന്താ? ഖാല ഫിന്നാർ, നരകത്തിലാണ്. ഫലമ്മ ഖഫ, ആ റജുൽ അങ്ങോട്ട് തിരിഞ്ഞു പോവാ. അവ ദആഹു, നബി തങ്ങൾ അവരെ വിളിച്ചു, ആ റജുലിനെ വിളിച്ചു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അബി വ അബാക ഫിന്നാർ, എന്റെ അബും നിങ്ങളുടെ അബും രണ്ടാളും നരകത്തിലാകുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ. വഹാബികളുടെ മാസ്റ്റർ പീസ് തെളിവ, വഹാബികളുടെ ഏറ്റവും വലിയ തെളിവ ഇന്ന അബി വ അബാക ഫിന്നാർ. ഇതങ്ങോട്ട് പറഞ്ഞ വഹാബികൾക്ക് വലിയ ആനന്ദ. ഇതങ്ങോട്ട് പറഞ്ഞ വഹാബിക്ക് വലിയ സന്തോഷ. ഈ പറച്ചില് കേട്ടാ തോന്നും ഓനും ഓന്റെ ഉപ്പാപ്പിയൊക്കെ സ്വർഗം ഒന്നിച്ചിങ്ങോട്ട് സ്വന്താക്കി മിൽക്കാക്കിയ ആൾക്കാരാണെന്ന് തോന്നും. എന്നാൽ ഇങ്ങനെയുള്ള ഹദീസുകളെ കുറിച്ച് മഹാന്മാരാകുന്ന ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവരിതിന് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുറവ് പറയാൻ വല്ല പഴുതുമുണ്ടോ എന്ന് ചാൻസ് അന്വേഷിച്ച് നടക്കുകയും ആ ചാൻസുകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക, ഇതല്ലേ വഹാബിസം? ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാം റാസി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാരൊക്കെ പറഞ്ഞു, യതഅയ്യനു തഅ്വീലുഹു, ആ ഹദീസിനെ തഅ്വീൽ ചെയ്യേണ്ടതുണ്ട്. വഅദ്ഹറു തഅ്വീലി ലഹു ഇൻദി, ഏറ്റവും നല്ല തഅ്വീൽ അന്നഹു അറാദ ബി അബീഹി അമ്മഹു അബൂ താലിബ്, അബൂ താലിബിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലിമാ തഖററ അന്നൽ അറബ തുസമ്മൽ അന്നൽ അറബ ലിമാ തഖററ, ഇബ്നു ഹജറുൽ ഹൈതമിന്റെ ഇബാറത്ത് ലിമാ തഖററ, കാരണം ഭാഷയിൽ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ, അറബികൾ അമ്മിനെ കുറിച്ച് അബ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഇന്ന അബി വ അബാക ഫിന്നാർ എന്ന് പറഞ്ഞാൽ അത് അമ്മിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, പിതർവിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു തഅ്വീൽ, ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനമായിക്കൊണ്ട് പറഞ്ഞത് ഔ കാന ദാലിക ഖബല അൻ യൻസില അലൈഹി വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ. ഇങ്ങനെ സർവ്വ ഇമാമുമാരും ഇതിന്റെ തീരുമാനം പറഞ്ഞു. ഹദീസുകളെ വിശദീകരിക്കേണ്ടത് ഇമാമുമാരാണല്ലോ, ആലിമീങ്ങളാണല്ലോ. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ എന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പുള്ള വിവരമാണിത്. എന്താ അതിന്റെ താല്പര്യം? എന്താണ് അതിന്റെ താല്പര്യം? ബഹുമാനപ്പെട്ട ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി കൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാ, അവർ നജാത്തിന്റെ അഹ്ലുകാരാണ്. കാരണം ഒരു പ്രവാചകനില്ലാത്ത, ഒരു നബിയില്ലാത്ത കാലത്താണല്ലോ അവരുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അവർ ഫത്രത്തിന്റെ അഹ്ലുകാരാണ്. ഫത്രത്തിന്റെ അഹ്ലുകാർക്ക് നജാത്തുണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. മാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂലാ, ഒരു റസൂലിനെ അയക്കുന്നത് വരെ ഒരു അഹ്കാമുകൾ, ശരീഅത്ത്, അത് ഒരു സമൂഹത്തിലേക്ക് അല്ലാഹു തആല നൽകുകയും എന്നാൽ മാത്രമേ ശിക്ഷിക്കപ്പെടൂ. തൻബീഹുൻ ഇദാ അലിംത അന്ന അഹ്ലൽ ഫത്ര നാജൂന അലർ റാജിഹി അലിംത അന്ന അബവൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാജിയാനി
ലികൗനിഹിമാ മിൻ അഹ്ലിൽ ഫതറ ബൽ ജമീഉ ആബാഇഹി സല്ലല്ലാഹു അലൈഹി വസല്ലം وأمهاته ناجون ومحكوم بإيمانهم لم يدخلهم كفر ولا رجس ولا عيب ولا شيء كما كان عليه الجاهلية. ജാഹിലിയത്തിലുണ്ടായിരുന്ന ഒരു ഐബും, അത് കുഫറാവട്ടെ രജിസാവട്ടെ മറ്റെന്ത് ഐബും ആവട്ടെ, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജമീഉൽ ആബാ ജമീഉൽ ഉമ്മഹാത്ത് ഇവർക്കൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇവരൊക്കെ ഫത്രത്തിന്റെ അഹ്ലുകാരായിരുന്നു, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോ ഒന്നുകിൽ അവരൊക്കെ മുഅ്മിനീങ്ങളോ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഫത്രത്തിന്റെ അഹ്ലുകാരായതുകൊണ്ട് അവരൊക്കെ മുഅദ്ദിബീങ്ങളല്ല, മുഅദ്ദബീങ്ങളല്ല, ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഫത്രത്തിന്റെ അഹ്ലുകാർക്ക് നജാത്തുണ്ട്, ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി ഫത്രത്തിന്റെ അഹ്ലുകാരാകുമ്പോൾ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഹിസാബിന്റെ സമയത്ത് ഒരു പ്രത്യേക ഇംതിഹാൻ, പരീക്ഷണം ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വളരെ വിശാലമാണ് ആ സംഭവങ്ങളൊക്കെ. അങ്ങനെ പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഇംതിഹാൻ ഉണ്ടാകുമ്പോൾ, ആ ഇംതിഹാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആബാഉം ഉമ്മഹാത്തും വിജയിക്കുമെന്ന് ധാരാളം ഹദീസുകളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈമാൻ സ്ഥിരപ്പെട്ടവരോ ഏറ്റവും ചുരുങ്ങിയത് ഫത്രത്തിന്റെ അഹ്ലുകാരായതുകൊണ്ട് അവരൊന്നും നരകക്കാരോ മോശക്കാരോ ശിക്ഷിക്കപ്പെടുന്നവരോ അല്ല, നജാത്തുള്ളവരാകുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ഉപ്പയാകുന്ന അബ്ദുള്ള എന്നവരും ആമിന എന്നവരും, അവരുടെ കാര്യം പ്രത്യേകം എടുത്ത് പരിശോധിച്ചാൽ അവരുടെ വഫാത്തിന് ശേഷം അവർക്ക് അല്ലാഹു തആല ഹയാത്ത് നൽകിയെന്നും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു എന്നും അതിനുശേഷം വീണ്ടും അവരെ വഫാത്താക്കി എന്നും ചില ഹദീസുകളിൽ കാണുന്നുണ്ട്. ആ ഹദീസുകൾക്ക് ഉസൂലുൽ ഹദീസിന്റെ നിയമപ്രകാരം ചില ദുഅഫുകളൊക്കെ, ചില പോരായ്മകളൊക്കെ വിമർശകർ പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായി അതിന്റെ ആശയം ശരിയാകുന്നു എന്ന് മഹാന്മാരാകുന്ന മുഹദ്ദിസീങ്ങളാൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് ഏറ്റവും ചുരുങ്ങിയത് ഫത്രത്തിന്റെ അഹ്ലുകാരാകുമ്പോൾ നജാത്ത് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അവരെ ഹയാത്താക്കിയതും അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള ഈമാനിന് ശേഷം അവർ വീണ്ടും വഫാത്തായതും? മാത്രമല്ല മരണത്തിന് ശേഷമുള്ള ഈമാൻ അത് ഉപകരിക്കുകയില്ല എന്നാണല്ലോ നിയമം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇബ്നു കസീർ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഇബ്നു ഇസ്ഹാഖ് പറയുന്നുണ്ട്, ഇമാം മാവർദി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള പ്രത്യേകതയാണ്, അവിടുത്തെ ഖസായിസിൽപ്പെട്ടതാണത്, അവിടുത്തെ ഖസായിസിൽപ്പെട്ടതാണ്. ഫത്രത്തിന്റെ അഹ്ലുകാരാകുമ്പോൾ തന്നെ അവർക്ക് നജാത്തുണ്ട്. അതിനു പുറമെ അധിക ഷറഫിന് വേണ്ടിയാണ്, അധിക പദവിക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ജീവിപ്പിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അവരെ വിശ്വസിപ്പിച്ച് അതിനുശേഷം അവർ വഫാത്തായിട്ടും ഉള്ളത്. ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല, ഒരുപാട് സമയമായി, നമ്മൾ നിർത്തേണ്ടുന്ന സമയമൊക്കെ വൈകിയിട്ടുണ്ട്. പക്ഷെ വിഷയം പൂർത്തിയാകണമല്ലോ, അതുകൊണ്ട് അതിന്റെ ആ ചുരുങ്ങിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെ അവിടുത്തെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി ചോദിച്ചു. അപ്പോ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അനുമതി ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഹദീസുണ്ട്. ഈ ഹദീസും വിമർശകർ കൊണ്ടു നടക്കാറുണ്ട്. ബഹുമാനമുള്ളവരെ, ഇസ്തിഗ്ഫാറിന് അനുമതി ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ട് അവർ നരകക്കാരാകുന്നു എന്നോ അതല്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുന്നവരാണ്, മോശക്കാരാണ് എന്നോ വരികയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇസ്തിഗ്ഫാർ അനുമതി ഉണ്ടായില്ല ലിഹിക്മത്തിൻ, എന്തോ ഒരു ഹിക്മത്ത്, അള്ളാഹുവിന്റെ എന്തോ ഒരു ഹിക്മത്ത്. അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നമുക്കറിയാൻ സാധിക്കാത്ത പല ഹിക്മത്തുകളും ഉണ്ടാകുമല്ലോ. അങ്ങനെയുള്ളൊരു ഹിക്മത്തിന്റെ ഭാഗമായി കൊണ്ടാണ്
അപ്പോൾ അല്ലാഹു തആല അനുമതി കൊടുക്കാതിരുന്നിട്ടുള്ളത്. അതല്ലാതെ അവർ മോശക്കാരായതുകൊണ്ടോ അവർ നരകക്കാരായതുകൊണ്ടോ അല്ല. മാത്രമല്ല, അബ്ദുൽ മുത്തലിബ് എന്നവരുടെ കാര്യം നമുക്കറിയാമല്ലോ. കഅബ പൊളിക്കാൻ വേണ്ടി ശത്രുക്കൾ വന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് ഈ കഅബക്ക് ഒരു രക്ഷിതാവുണ്ട്, ഈ കഅബക്ക് ഒരു റബ്ബുണ്ട്, ആ റബ്ബ് തന്നെ ഈ കഅബയെ കാത്തുകൊള്ളും എന്ന് പറഞ്ഞതായിട്ടല്ലേ ചരിത്രത്തിൽ കാണാൻ സാധിക്കുക. അപ്പൊ അവരൊക്കെ അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസക്കാരായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സമയത്ത് അങ്ങനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, ഈ കഅബക്ക്, ഈ ബൈത്തിന് ഒരു റബ്ബുണ്ട്, അതുകൊണ്ട് ആ റബ്ബ് തന്നെ ഈ കഅബയെ കാത്തുകൊള്ളും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടപ്പോ നബി തങ്ങളുടെ നേരെ ഉപ്പ അബ്ദുള്ള, അവരുടെ ഉപ്പയാണല്ലോ അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ് എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എടുത്തുകൊണ്ട് കഅബത്തിന്റെ അടുത്ത് ചെല്ലുകയും അല്ലാഹുവിന് ഹംദുകൾ അർപ്പിച്ചുകൊണ്ട് പാട്ട് പാടുകയും ചെയ്തതായി നമ്മുടെ സീറയുടെ താരീഖിന്റെ കിതാബുകളിലൊക്കെ കാണാം. അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി, അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി, ഇതാര് പറഞ്ഞതാ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞതാ. അതുപോലെ തന്നെ മഹദി ആമിന എന്നവർ, മഹദി അവറുകൾ അവരുടെ വഫാത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ട അവിടുത്തെ പിഞ്ചു പൈതലിനോട് പറഞ്ഞ വസിയത്തുകൾ മനോഹരമായ ബൈത്തുകളായിക്കൊണ്ട് സീറയുടെ കിതാബുകളിൽ കാണുന്നുണ്ട്. എന്താ ആമിന ബീവിയുടെ വസിയത്ത്? ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഖസായിസിൽ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്ന ജനങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഒരിക്കലും വിഗ്രഹാരാധനയുടെ കൂടെ നീ പോകരുത് എന്നർത്ഥം വരുന്ന ഒരു ബൈത്ത്, ഒരു കവിത മഹദിയായ ആമിന എന്നവർ പറഞ്ഞതായിക്കൊണ്ട് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഒരുപാട് സംഭവങ്ങൾ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാഇന്റെ കാര്യത്തെ സൂചിപ്പിക്കുന്ന ചില ആയത്തുകളും അതുപോലെ തന്നെ പല ഹദീസുകളും. പക്ഷേ സമയം 12:45 ആയിട്ടുണ്ട്. സാധാരണ 12 മണിയോടുകൂടി നിർത്തലാണ് പതിവ്. പക്ഷേ വിഷയം പൂർത്തിയാകണമല്ലോ എന്ന് കരുതിക്കൊണ്ട് വൈകിയതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇങ്ങനെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാഓ ഉമ്മഹാത്തോ വഹാബികളാൽ വിമർശിക്കപ്പെടുന്നത് പോലെ അവർ വലിയ ഫാസിഖീങ്ങളോ അതല്ലെങ്കിൽ വലിയ കുഫറിന്റെ ആളുകളോ ആണെന്ന് പറയാൻ സാധ്യമല്ല. മാത്രമല്ല, അവരൊക്കെ ഖൈറാണ്, അവരൊക്കെ ത്വയ്യിബാണ് എന്ന് പറയുന്ന ധാരാളം ഹദീസുകളും രേഖകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒന്നുകിൽ ഈമാൻ സ്ഥിരപ്പെട്ടവർ, ഏറ്റവും ചുരുങ്ങിയത് ഫത്രത്തിന്റെ അഹ്ലുകാർ. ഇതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആബാഇനെ കുറിച്ച് ഒന്നും നമുക്ക് പറയാൻ പാടില്ല. അതോടൊപ്പം ബഹുമാനപ്പെട്ട ഇമാംമാരുടെ തീർപ്പ് എന്താ? ഹഖുൽ മുസ്ലിമി, ഒരു മുസ്ലിമിന്റെ ഹക്ക്, ഒരു മുസ്ലിമിന്റെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഐബുണ്ടാക്കുന്ന, അവിടുത്തെ തറവാടിന്, അവിടുത്തെ പിതാക്കന്മാരെ കുറിച്ച് ഐബാക്കുന്ന എന്തെങ്കിലും കാര്യം പറയുക, പ്രത്യേകിച്ച് ആമ്മത്തിന്റെ ഹൃദയത്തിലേക്ക് നബി തങ്ങൾക്ക് അങ്ങനെ ഒരു കുറവുണ്ടല്ലോ എന്ന് തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താതിരിക്കുക. ഇതൊരു മുസ്ലിമിന്റെ ഹക്കാകുന്നു, നാവിനെ കാക്കേണ്ടതുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തീർപ്പ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആബാഇന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ പരിഹരിക്കാൻ പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട മുത്തുനബി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെയാണല്ലോ. എന്നാൽ നമ്മുടെ കുറവ് ആര് പരിഹരിക്കും?
നമ്മുടെ പിതാക്കന്മാർക്കുള്ള, നമ്മുടെ ഉമ്മമാർക്കുള്ള കുറവാര് പരിഹരിക്കും? ഈ ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നസബയെ ചോദ്യം ചെയ്യുന്ന, തറവാടിനെ ചോദ്യം ചെയ്യുന്ന വഹാബികൾക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് വിഷയം ഒരുപാട് സംസാരിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. ഈ വിഷയം തന്നെ, ഇതിന്റെ ബാക്കി ഭാഗം മറ്റൊരു ദിവസത്തേക്ക് കൂടി ബാക്കി വെച്ചാൽ നാം ഈ പരിപാടിക്ക് നൂറുൻ അലാ നൂർ എന്ന് പേരിട്ട് നടത്തുന്ന ഈ പരിപാടിയുടെ ആ കൃത്യമായ ഓർഡർ തെറ്റിപ്പോകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, സമയം വൈകിയാലും വേണ്ടില്ല, ഈ വിഷയം ഏകദേശം നമുക്ക് പൂർത്തിയാക്കാമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ സമയം ഇത്ര വൈകിയിട്ടും സംസാരിച്ചിട്ടുള്ളത്. വിഷയങ്ങൾ ഒരുപാട് ഇനിയും ബാക്കിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ പരിപാടി നമ്മുടെ ക്ലാസ് റൂമിൽ സംഘടിപ്പിച്ച, ഇതിന് നേതൃത്വം കൊടുത്ത, ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ക്ലാസ് റൂമിന്റെ ബഹുമാന്യരായ ഉസ്താദുമാരും നേതാക്കളും അഡ്മിനുമാരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് നമ്മെ മുഴുവൻ വിജയിപ്പിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള ഖിദ്മത്തായിക്കൊണ്ട് അല്ലാഹു ഇത് സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്കാണ് ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയാൻ അർഹതയുള്ളത്, അവകാശമുള്ളത്. മറ്റൊരാൾക്കുമില്ല. ഇതൊരു അവകാശവാദമാണിത്. മറ്റൊരാൾക്കുമില്ല. മറ്റുള്ളവരൊക്കെ ഒന്നുകിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ കുറവുകൾ കണ്ടെത്തി അത് പ്രചരിപ്പിക്കുന്നവർ, വഹാബികളാണെങ്കിലും മൗദൂദികളാണെങ്കിലും തബ്ലീഗുകാരാണെങ്കിലും ആരാണെങ്കിലും. മറ്റു ചിലരാവട്ടെ ഹബീബായ നബി തങ്ങളെ വേണം അവർക്ക് കാശുണ്ടാക്കാൻ, അല്ലേ? ഹബീബായ നബി തങ്ങളുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കുന്നവർ. അവർക്ക് നബി തങ്ങളെ അവസാനം വഹാബീസത്തെ പോലും നാണിക്കുന്ന തരത്തിൽ, വഹാബിസത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ മുഅ്ജിസത്തിനെ നിഷേധിച്ചു. എന്തൊക്കെ ഈ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, സമസ്തയുടെ ഖാദിമീങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഇത് സ്വീകരിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോടുള്ള ആ തൃപ്തി, നമ്മോടുള്ള ആ റിള, അവിടുത്തെ പൊരുത്തം നമുക്ക് ലഭിക്കാൻ, വർദ്ധിക്കാൻ, അതുമൂലം അള്ളാഹുവിന്റെ ഹുബ്ബും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും അള്ളാഹുവിന്റെ സ്വർഗവും നമുക്ക് ലഭിക്കാൻ ഇത് കാരണമായി അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതിനോട് ആരൊക്കെ സഹകരിച്ചോ, ഇതിനാരൊക്കെ നേതൃത്വം കൊടുക്കുന്നോ, അള്ളാഹു അവർക്കൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശഫാഅത്തുൽ ഉളമ, അവിടുത്തെ മഹത്തായ ആ കൊടിക്കീഴിൽ, ലിവാഉൽ ഹംദിന് കീഴിൽ, അവിടുത്തെ ഹൗദുൽ കൗസർ കുടിച്ചുകൊണ്ട് അവിടത്തോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ സ്വർഗത്തിൽ താമസിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടത്തേക്കുള്ളൊരു ഖിദ്മത്തായിക്കൊണ്ട്, ഹബീബായ നബി തങ്ങൾക്കുള്ളൊരു ഖിദ്മത്തായിക്കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സമയം വൈകിയെങ്കിൽ നിങ്ങളൊക്കെ സഹകരിക്കുമല്ലോ എന്ന് ആശിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.